മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിന് ഇന്ന് 1 മാസം തികയുകയാണ്. ദുരന്തത്തിൽ മക്കളെയും അമ്മയെയും നഷ്ടമായ അനീഷിന്റെ ജീവിതം 24 സംപ്രേഷണം ചെയ്തിരുന്നു. അനീഷിന്റെ ഉപജീവന മാർഗമായ ജീപ്പും ഉരുൾപൊട്ടലിൽ പൂർണ്ണമായി തകർന്നു. 24 വാർത്ത കണ്ട് ഡിവൈഎഫ്ഐ അനീഷിനായി ജീപ്പ് വാങ്ങി നൽകി. ഷഹദ് റഹ്മാൻ വിശദാംശങ്ങളുമായി. ഷഹദ്, ഇത്തരത്തിൽ ഒട്ടേറെ പേരുണ്ട് ദുരിതം അനുഭവിക്കുന്നവർ. അവരെയൊക്കെ ചേർത്ത് പിടിക്കാൻ കഴിയാവുന്ന രീതിയിൽ ചേർത്ത് പിടിക്കാൻ വിവിധ സംഘടനകളും വ്യക്തികളും നമ്മളെപ്പോലെയൊക്കെയുള്ള ചാനലുകളും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അതിൽ ഇവിടെ ഇപ്പോൾ അനീഷിന് കൈത്താങ്ങായി ഡിവൈഎഫ്ഐ എത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുജ, ഈ ദുരന്തം നടന്നിട്ട് ഇന്നേക്ക് 1 മാസം ആവുകയാണ്. വേദന തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. കാരണം ഇപ്പോഴും ബന്ധുക്കളെയൊക്കെ നഷ്ടപ്പെട്ട നിരവധി പേരാണ്. അത്തരത്തിൽ ഒരാളാണ് അനീഷും. അനീഷിന്റെ 3 മക്കളെയാണ് അനീഷിന് നഷ്ടമായത്. ഒപ്പം തന്നെ അമ്മയെയും നഷ്ടമായി. അപ്പോൾ പകരമായിട്ട് നമ്മൾ ആരും എന്തു കൊടുത്താലും അവർക്ക് മതിയാകില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷേ ഇനി അങ്ങോട്ട്, അതായത് നമ്മളെല്ലാവരും അതിജീവിക്കുകയാണ്, വയനാട് ഒന്നാകെ അതിജീവിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിന് ഒരു കൈത്താങ് എന്ന നിലയ്ക്കാണ് ഇപ്പോൾ അനീഷിന് ഒരു ജീപ്പ് വാങ്ങിക്കൊടുത്തത്. നമ്മുടെ റിപ്പോർട്ടർ സുഹൈൽ മുഹമ്മദാണ് ഇത് അനീഷുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നത്. അനീഷിന്റെ ദുരന്തം പുറലോകത്ത് എത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അനീഷ് ഏറെ സ്നേഹിച്ചിരുന്ന ഒരു ചുവപ്പ് ജീപ്പ് നമ്മുടെ മുൻപ് നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റോറിയിൽ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ആ ചുവന്ന ജീപ്പിന് പകരം ഇപ്പോൾ ഒരു വെള്ള ജീപ്പാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പോൾ അനീഷിന് നൽകിയിട്ടുള്ളത്. അനീഷ് 900 കണ്ടി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഈ ജീപ്പ് ഓടിച്ചിട്ടായിരുന്നു ആ കുടുംബത്തെ പോറ്റിയിരുന്നത്. എന്നാൽ ഈ ദുരന്തത്തിൽ അനീഷിന്റെ 3 മക്കളെ അനീഷിന് നഷ്ടമായി. ഒപ്പം തന്നെ അമ്മയെയും അനീഷിന് നഷ്ടമായി. ഇപ്പോൾ അനീഷും ഭാര്യയും മാത്രമാണ് ബാക്കിയുള്ളത് ആ കുടുംബത്തിൽ എന്നുള്ളതാണ് ഏറെ വേദന ജനിപ്പിക്കുന്ന കാര്യം. എങ്കിലും അനീഷിന്റെ ദേഹമാസകലം ഇപ്പോഴും പരിക്കാണ്. ഭാര്യയ്ക്കും കാര്യമായിട്ടുള്ള പരിക്കുകളുണ്ട്. അപ്പോൾ ഇനി, അതായത് അസുഖങ്ങളൊക്കെ ഭേദമായതിനു ശേഷം ഒരു വരുമാനം കണ്ടെത്തണമെങ്കിൽ അത് ഈ ജീപ്പ് ഓടിച്ചിട്ട് വേണം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ അനീഷിന് ഒരു കൈത്താങ് എന്ന നിലയ്ക്ക് 24ന്റെ വാർത്ത കണ്ട ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുകയും 24ലൂടെയായിരുന്നു ആ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ജീപ്പ് എന്ന് വാങ്ങിക്കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. അനുജ, അതാണ് അനീഷിന്റെ വിവരം 24 പുറത്തുവിട്ടിരുന്നു. അദ്ദേഹത്തിന് ബന്ധുക്കൾ നഷ്ടമാകുന്നു. ഇപ്പോൾ ബാക്കിയായത് അനീഷും ഭാര്യയും മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം അടഞ്ഞു പോയിരുന്നു. ജീപ്പ് ഡ്രൈവറായിരുന്നു. അപ്പോൾ അത്തരത്തിലേക്ക് വാർത്ത പുറത്തുവിടുമ്പോൾ ഡിവൈഎഫ്ഐ അന്ന് തന്നെ തങ്ങൾ സഹായം നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് എത്തിയിരുന്നു. അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. ജീപ്പ് നൽകിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ അനീഷിന്.